ICC ബോർഡ് എക്സാംസിൽ സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന ഒരു ടോപ്പിക്കാണ് ആസിഡ്സിൻ്റെ ബേസിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ബേസിസിറ്റിയുടെ ബേസിസിലും അതേ കണക്ക് തന്നെ മോളിക്കുലാർ കോമ്പോസിഷൻ്റെ ബേസിസിലുമുള്ള ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നോക്കുന്നത്. സോ വെൽക്കം ടു ഹൈഡ്രജൻ അക്കാഡമി. നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ക്ലാസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷനകത്ത് നമ്മൾ സോഴ്സിൻ്റെ ബേസിലുള്ള സോഴ്സിൻ്റെ ബേസിസിൽ ആസിഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. ഓർഗാനിക് ആസിഡ്സ് എന്നും ഇനോർഗാനിക് ആസിഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്തു. അതേ കണക്ക് തന്നെ അതിൻ്റെ സ്ട്രെങ്തിൻ്റെ ബേസിസിൽ അതിനെ വീക്ക് ആസിഡ്സ് എന്നും സ്ട്രോങ് ആസിഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്തു. അതേ കണക്ക് തന്നെ കോൺസെൻട്രേഷൻ്റെ ബേസിസിൽ കോൺസെൻട്രേറ്റഡ് ആസിഡ് എന്നും ഡയല്യൂട്ട് ആസിഡ് എന്നും ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ അടുത്തതായിട്ട് വരുന്നതാണ് മോളിക്കുലാർ കോമ്പോസിഷൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് മോളിക്കുലാർ കോമ്പോസിഷൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ നോക്കാം. മോളിക്കുലാർ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതിനകത്ത് ഏതൊക്കെ എലമെൻറ്റ്സ് ആ മോളിക്യൂളിൽ, ആസിഡ് മോളിക്യൂളിൽ ഏതൊക്കെ എലമെൻറ്റ്സ് പ്രസൻ്റ് ആയിട്ടുണ്ട് എന്നതിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ബേസിസിൽ മോളിക്കുലാർ കോമ്പോസിഷൻ്റെ ബേസിസിൽ ആസിഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്സി ആസിഡ്സും അതേ കണക്ക് തന്നെ ഹൈഡ്രാസിഡ്സും. ഓക്സി ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഹൈഡ്രജനും അതേ കണക്ക് തന്നെ വേറുള്ള എലമെൻസിൻ്റെയും കൂടെ ഓക്സിജനും പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, ഈ ഓക്സി ആസിഡ്സിൽ contain oxygen along with hydrogen and other elements. ഹൈഡ്രജനും വേറെ എലമെൻസും കൂടാതെ എന്തും പ്രസൻ്റ് ആയിരിക്കും, ഓക്സിജനും പ്രസൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ളവരെയാണ് ഓക്സി ആസിഡ്സ്. ഓക്സിജൻ്റെ പ്രസൻസ്, അതാണ് ഓക്സി ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഹൈഡ്രാസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കണ്ടെയ്ൻ ഒൺലി ഹൈഡ്രജൻ ആൻഡ് നോൺ മെറ്റാലിക് എലമെൻറ്റ്സ്. ഹൈഡ്രജനും നോൺ മെറ്റാലിക് എലമെൻറ്റ്സും മാത്രമേ പ്രസൻ്റ് ആയിരിക്കും. കണ്ടെയ്ൻ ഒൺലി ഹൈഡ്രജൻ ആൻഡ് അതർ നോൺ മെറ്റാലിക് എലമെൻറ്റ്സ് ആൻഡ് നോ ഓക്സിജൻ. ഓക്സിജൻ എന്തായിരിക്കത്തില്ല, ഓക്സിജൻ പ്രസൻ്റ് ആയിരിക്കത്തില്ല. അങ്ങനെയുള്ളവരെ ആയിരിക്കും ഹൈഡ്രാസിഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്സിജൻ പ്രസൻ്റ് ആയിട്ടുള്ളവരെയാണെങ്കിൽ ഓക്സി ആസിഡ്സ് എന്ന്, ഓക്സിജൻ ഇല്ലാത്ത ഹൈഡ്രജനും വേറെ നോൺ മെറ്റാലിക് എലമെൻറ്റ്സും മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ അവരെ ഹൈഡ്രാസിഡ്സ് എന്നും വിളിക്കും. ഓക്കെ, ഇനി ഇതിന് എക്സാമ്പിൾ, ഓക്സി ആസിഡ്സിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ HNO3 നൈട്രിക് ആസിഡ് അല്ലേ, ഓക്സിജൻ കണ്ടെയ്നിങ് ആസിഡ് ആണ്. H2SO4 സൾഫ്യൂരിക് ആസിഡ് ഓക്സിജൻ കണ്ടെയ്നിങ് ആണ്. H3PO4 ഫോസ്ഫോറിക് ആസിഡ് ഇതും എന്തൊക്കെ എക്സാമ്പിളാണ്, ഓക്സി ആസിഡ്സിന് എക്സാമ്പിളാണ്. ഇനി ഹൈഡ്രാസിഡ്സിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്, HBr ഹൈഡ്രോബ്രോമിക് ആസിഡ് ഇതൊക്കെ ഹൈഡ്രാസിഡ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇതാണ് മോളിക്കുലാർ കോമ്പോസിഷൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെ എലമെൻറ്റ്സ് പ്രസൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ. ഓക്സിജൻ പ്രസൻ്റ് ആയിട്ടുള്ളവരെയാണെങ്കിൽ നമ്മൾ ഓക്സി ആസിഡ്സ് എന്നും, ഓക്സിജൻ ആബ്സെൻ്റ് ആയിട്ടുള്ളവരെയാണെങ്കിൽ ഹൈഡ്രജനും വേറെ നോൺ മെറ്റാലിക് എലമെൻറ്റ്സും മാത്രമേ ഉള്ളെങ്കിൽ നമ്മളതിനെ ഹൈഡ്രാസിഡ്സ് എന്നും വിളിക്കും. അപ്പം അടുത്തതായിട്ട് നമുക്ക് ബേസിസിറ്റിയുടെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ നോക്കാം. അപ്പം ബേസിസിറ്റിയുടെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ നോക്കുന്നതിന് മുന്നേ നമുക്ക് ബേസിസിറ്റി എന്താണെന്ന് നോക്കാം. ഒരു ആസിഡിൻ്റെ ബേസിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ആസിഡ് നമ്മൾ എടുത്തു, അതിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്തു. ഓക്കെ, ഒരു ആസിഡ് എടുത്തിട്ട് അതിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അതിന് എത്ര ഹൈഡ്രോണിയം അയോൺസിന്, ഓക്കെ, ഒരു ആസിഡ് എന്ന് പറയുമ്പോൾ ആസിഡിൻ്റെ ഒരു മോളിക്യൂൾ എടുക്കണം. ഓക്കെ, ഒരു മോളിക്യൂൾ ആസിഡ് എടുത്തു, അതിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അതിന് എത്ര ഹൈഡ്രോണിയം അയോണിന് H3O+ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഒരു ആസിഡിൻ്റെ ബേസിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, basicity of an acid is defined as the number of hydronium ion that can be produced by the ionization of one molecule of that acid in aqueous solution. ഒരു അക്വ സൊല്യൂഷൻ, അതായത് അക്വ സൊല്യൂഷൻ മീൻസ് വാട്ടറിൻ്റെ സൊല്യൂഷനാണ് അക്വ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം വാട്ടർ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ആസിഡിനെ ഡിസോൾവ് ചെയ്യുമ്പം അത് അയണൈസ് ചെയ്തിട്ട് എത്ര ഹൈഡ്രോണിയം അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് ഒരു ആസിഡിൻ്റെ ബേസിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഈ ബേസിസിറ്റിയുടെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ, എത്ര ഹൈഡ്രോണിയം അയോൺ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. അപ്പം ഡിപ്പെൻഡിങ് ഓൺ ബേസിസിറ്റി നമുക്ക് എന്താണ്, ആസിഡ്സിനെ മോണോബേസിക് ആസിഡ്, ഡൈബേസിക് ആസിഡ്, ട്രൈബേസിക് ആസിഡ് ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യും. മോണോ മീൻസ് വൺ അല്ലേ, മോണോബേസിക് മീൻസ് ഒരേ ഒരു ഹൈഡ്രോണിയം അയോൺ, ഒരേ ഒരു H3O+ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും.
1H3O+നെ മാത്രമേ ഇതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആസിഡ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? മോണോ ബേസിക് ആസിഡ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാം, HCl അല്ലേ. ഇതിനകത്ത് എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? ഒരു H ആറ്റമാണ് ഉള്ളത്. അപ്പം ഇത് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇത് ഒരു H+ഉം ഇത് ഒരു Cl- പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ HCl വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എത്ര ഹൈഡ്രോണിയം അയോണിനെ പ്രൊഡ്യൂസ് ചെയ്യും? ഒരു H+നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ആ ഒരു H+ എന്ത് ചെയ്യും? ഒരു വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് H3O+, ഒരു ഹൈഡ്രോണിയം അയോണും Cl- പ്രൊഡ്യൂസ് ചെയ്തല്ലേ. ഇവിടെ ഒരു ഹൈഡ്രോണിയം അയോണിനെ പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. അപ്പം അതുകൊണ്ട് HCl എന്ന് പറയുന്നത് എന്താണ്? ഒരു മോണോ ബേസിക് ആസിഡാണ്. സിമിലർലി നമ്മൾ HNO3 നോക്കിക്കേ, HNO3 നൈട്രിക് ആസിഡ്. ഇതും വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ഈ ഇതിനകത്ത് ഒരു ഹൈഡ്രജൻ ആറ്റമേ ഉള്ളൂ അല്ലേ. അപ്പം ഈ ഒരു ഹൈഡ്രജൻ ആറ്റം അയണൈസ് ചെയ്യുമ്പോൾ എന്താണ്? ഒരു H3O+ഉം പ്ലസ് എന്താണ്? NO3- ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ HCl, HNO3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോണോ ബേസിക് ആസിഡ്. മോണോ മീൻസ് വൺ, ഒരേ ഒരു H3O+നെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം മോണോ ബേസിക് ആസിഡിന് എക്സാമ്പിളാണ്. ഇനി അടുത്തതാണ് ഡൈബേസിക് ആസിഡ് എന്ന് പറയുന്നത്. ഡൈബേസിക് എന്ന് പറയുമ്പോൾ എന്താണ്? മോർ ദാൻ 1, 2. ഡൈബേസിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഡൈ മീൻസ് 2 അല്ലേ. 2 ഹൈഡ്രോണിയം അയോണിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നവരെയാണ് നമ്മൾ ഡൈബേസിക് ആസിഡ്സ് എന്ന് പറയുന്നത്. 2H3O+ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് എടുക്കാം നമുക്ക് അല്ലേ, H2SO4. ഈ സൾഫ്യൂരിക് ആസിഡ് അയണൈസ് ചെയ്ത് എങ്ങനെയായിരിക്കും? 2H+, ഇതിനകത്ത് 2 ഹൈഡ്രജൻ ഉണ്ട്. 2H+ഉം SO4 2- ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പം ഇതിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് എങ്ങനെയായിരിക്കും? അയണൈസ് ചെയ്തിട്ട് H2SO4 വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഈ 2 H+ഉം എന്ത് ചെയ്യും? ഓരോരോ ഹൈഡ്രോണിയം അയോൺ 2 വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? 2H3O+ഉം SO4- ആയിട്ടായിരിക്കും മാറുന്നത്. ഈ 2 ഹൈഡ്രോണിയം അയോണിനെ ആര് പ്രൊഡ്യൂസ് ചെയ്തു? സൾഫ്യൂരിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പം സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ഡൈബേസിക് ആസിഡിന് എക്സാമ്പിളാണ്. ഇനി അടുത്ത വരുന്നതാണ് ട്രൈബേസിക് ആസിഡ്. ട്രൈ മീൻസ് എന്താണ്? ട്രൈ മീൻസ് 3. അപ്പം എന്താണ്? 3 ഹൈഡ്രോണിയം അയോൺ 3H3O+ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരായിരിക്കും എന്തെന്ന് പറയുന്നത്? ട്രൈബേസിക് ആസിഡ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ്. ഓക്കെ, H3PO4 ഫോസ്ഫോറിക് ആസിഡ്. ഇതിനകത്ത് എത്രയുണ്ട്? 3 അയണൈസബിൾ ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, ഈ 3 എണ്ണം 3H+ഉം പ്ലസ് PO4 3- ആയിട്ടായിരിക്കും അയണൈസ് ചെയ്യുന്നത്. അപ്പം ഈ 3H+ എന്ത് ചെയ്യും? ഇവർ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പം H3PO4 3H+ഉം PO4 3- ആയിട്ട് മാറും. അപ്പം വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഇത് 3 വാട്ടറുമായിട്ട് ഈ 3H+ കമ്പൈൻ ചെയ്തിട്ട് 3H3O+ഉം എന്തും ഫോം ചെയ്യും? PO4 3- ഫോം ചെയ്യും. ഇവിടെ 3H3O+ അയോൺസ് പ്രൊഡ്യൂസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇതെന്താണ്? ഒരു ട്രൈബേസിക് ആയിട്ടുള്ള ആസിഡാണ്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് H3PO4ഉം അതേ കണക്ക് തന്നെ H3PO3. ഓക്കെ, ഈ H3PO4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസ്ഫോറിക് ആസിഡാണ്. ഇനി H3PO3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസ്ഫറസ് ആസിഡ്. ഈ ഫോസ്ഫോറിക് ആസിഡ് H3PO4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആസിഡാണ്? ഒരു ട്രൈബേസിക് ആസിഡാണെന്ന് പറഞ്ഞു. ഓക്കെ, ട്രൈബേസിക് ആസിഡാണ്. പക്ഷേ ഈ ഫോസ്ഫറസ് ആസിഡ് H3PO3 അതൊരു എന്താണ്? ഡൈബേസിക് ആസിഡാണ്. ഈ ഫോസ്ഫറസ് ആസിഡ് എന്ന് പറയുന്നത് ഒരു ഡൈബേസിക് ആസിഡാണ്. ഇവിടെ ഹൈഡ്രജന് 3 കാണുന്നതുകൊണ്ട് H3 എന്ന് കാണുന്നതുകൊണ്ട് ഇത് ട്രൈബേസിക് ആണെന്ന് ചിന്തിക്കരുത്. ഇതൊരു ഡൈബേസിക് ആയിട്ടുള്ള ആസിഡാണ്. അപ്പം ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോസ്ഫറസ് ആസിഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ POH ഓക്കെ, അപ്പം ഇതിനകത്ത് ഈ ഫോസ്ഫറസ് ആസിഡിനകത്ത് ഈ OHൽ കാണുന്ന ഈ 2 ഹൈഡ്രജൻ ആറ്റംസിനെ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? ഈ 2 ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ അയണൈസബിൾ ആയിട്ടുള്ള ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓക്കെ,
ഈ അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റംസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഹൈഡ്രോണിയം അയോണിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിൽ 2 അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റംസ് മാത്രമേ ഉള്ളൂ. ഇത് അയണൈസബിൾ ഹൈഡ്രജൻ അല്ല. സോ 2 അയണൈസബിൾ ഹൈഡ്രജൻ മാത്രം ഉള്ളതുകൊണ്ട് ഇത് ഡൈ ബേസിക് ആസിഡ് ആണ്. പക്ഷേ ഈ ഫോസ്ഫോറിക് ആസിഡിൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഓക്കെ, 3 OH ആണ്. അപ്പം ഇതും ഈ 3 ഹൈഡ്രജൻസും എന്താണ്, അയണൈസബിൾ ഹൈഡ്രജൻ ആണ്. അതുകൊണ്ടാണ് അത് എന്തായിട്ട് മാറിയത്, ട്രൈ ബേസിക് ആസിഡ് ആയിട്ട് മാറി. പക്ഷേ ഫോസ്ഫറസ് ആസിഡ് എന്ന് പറയുന്നത് ഒരു ഡൈ ബേസിക് ആസിഡ് ആണ്. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബേസിസിറ്റിയുടെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷനും അതിനൊക്കെ തന്നെ ഇങ്ങനത്തെ ഉള്ള ഈ ഫോസ്ഫോറിക് ആസിഡ്സ് ഒക്കെ എക്സാമ്പിൾ തന്നിട്ട് ഇപ്പോൾ ബേസിസിറ്റിയുടെ ഇൻക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ ഈ ആസിഡ്സ് തന്നിട്ട് അതിനെ അറേഞ്ച് ചെയ്ത് എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പം ഈ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് നോക്കി വയ്ക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോളിക്കുലർ കോമ്പോസിഷൻ, അതേ കണക്ക് തന്നെ ബേസിസിറ്റി, ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസിസിലുള്ള ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ ബേസിസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബോർഡ് എക്സാംസിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ബേസിസിറ്റി ഓഫ് ആസിഡ്സ് എന്ന് പറയുന്നത്. അതേ കണക്ക് തന്നെ നമ്മൾ ഇതിന് മുന്നത്തെ 2 വീഡിയോയിലായിട്ട് അയണൈസേഷൻ ഡിസോസിയേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ കണക്ക് ലാസ്റ്റ് വീഡിയോയിൽ സ്ട്രെങ്ത്, സോഴ്സ്, കോൺസെൻട്രേഷൻ ഇതിൻ്റെ ബേസിസിലുള്ള ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം അത് കാണാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 2 വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നെക്സ്റ്റ് വരുന്ന വീഡിയോയിൽ നമ്മൾ ആസിഡ്സിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അപ്പം ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. അതേ കണക്ക് തന്നെ കൂടുതൽ ICC റിലേറ്റഡ് വീഡിയോസ് കാണുന്നതിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്